2005 ഗസയിൽ നിന്ന് ജൂത വിഭാഗങ്ങൾ, അതായത് ഇസ്രായേലി വിഭാഗം കൂട്ടത്തോടു കൂടി രക്ഷപ്പെട്ട് ഇസ്രായേലിലേക്ക് പോയിരിക്കുന്ന ഒരു സംഭവം റിപ്പോർട്ടായിട്ട് വന്നതാണ്. അതൊരു ചരിത്രപരമായിരിക്കുന്ന നിയോഗം എന്ന തരത്തിലാണ് അതിനെക്കുറിച്ചിട്ട് ഇസ്രായേൽ ഇപ്പോഴും പറയാറുള്ളത്. അന്നത്തെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഏരിയോൺ ഷരോൺ 2002-2003 കാലഘട്ടത്തിൽ ചില പ്രഖ്യാപനങ്ങൾ അവിടെ നെസറ്റിൽ രേഖപ്പെടുത്തി. അവർ പറയുന്നു, ഗസയിൽ ഇപ്പോൾ ഒരുപാട് ജൂത വിഭാഗങ്ങളുണ്ട്. അത് 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് എത്തപ്പെട്ടവരും നമ്മൾ എത്തിച്ചവരും വലിയ രീതിയിലുള്ള സഹായങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് അവരെ സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ചവരുമാണ്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവർ നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അതിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. മാത്രമല്ല വലിയ ആക്രമണങ്ങൾ നടക്കുന്നു. അവിടെ രണ്ടാം ഇൻതിഫാദ ആരംഭിച്ചിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. സംഘർഷങ്ങളും സൈനിക മരണങ്ങളും ദുഃഖസാന്ദ്രമായിരിക്കുന്ന അന്തരീക്ഷം മാത്രമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുള്ളത്. അതിനാൽ എന്തു ചെയ്യുന്നു? അവിടെ നിന്ന് നമ്മൾ പതുക്കെ തടിയെടുക്കാൻ വേണ്ടി നോക്കുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഷാരോൺ നടത്തിയത്. അവിടുത്തെ നെസറ്റിൽ, അതായത് പാർലമെൻറ്റിൽ. അത് അവർ അംഗീകാരം കൊടുത്തു. കാരണം പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല. 1.3 മില്യൺ ഫലസ്തീനികളുള്ള സ്ഥലത്ത് 8000 മാത്രം ഇസ്രായേലി കോളനികളാണുള്ളത്. അവരും ഇവരും തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് വലിയ സാമ്പത്തിക നഷ്ടം, അതായത് അവരെ സംരക്ഷിക്കേണ്ടത് ബാധ്യത ഇസ്രായേൽ സർക്കാരിനായി വരുന്നു. ആയതിനാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതോടൊപ്പം യൂറോപ്യൻ യൂണിയനും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ 2 സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം, ഇരട്ട രാജ്യങ്ങൾ എന്ന് പറഞ്ഞ ദ്വിരാഷ്ട്ര ഫോർമുല എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിന് ഒരു തുടക്കം കുറിക്കുകയും ചെയ്തു. അത് ആദ്യം തന്നെ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഒരു വിഷയം കൂടിയാണ് സംഘർഷാവസ്ഥ രീതിയിലേക്ക് വന്നു. ഇസ്രായേലിൻ്റെ സെറ്റിൽമെൻറ്റിൽ ഒഴിപ്പിക്കല്ലാതെ മറ്റൊരു ഗതിയുമില്ലാത്തൊരവസ്ഥ വന്നു. ഗാസ കോളനിയെ സംരക്ഷിക്കാൻ വേണ്ടി സാമ്പത്തികമായ രീതിയിൽ ഇസ്രായേലിന് ബുദ്ധിമുട്ടായി. സൈനിക ജീവഹാനി നിത്യസംഭവമായി മാറി. ഗാസ വിട്ടുകൊടുക്കാതെ മറ്റ് പോംവയില്ല എന്നായി. വെസ്റ്റ് ബാങ്കിൽ ജൂത സെറ്റിൽമെൻറ്റ് കൂടുതൽ സ്ഥാപിക്കാൻ വേണ്ടി അവസരം കിട്ടുമെന്ന് ഷരോൺ അന്ന് മനസ്സിലാക്കി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് 21 ഗാസ കോളനി വടക്കൻ വെസ്റ്റ് ബാങ്കിലെ 4 കോളനിയും ഒഴിയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. 8000 കോളനിക്കാരെ മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് പറയുന്നത്. മാറ്റിപ്പാർപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിടിച്ച് പറിച്ച പോലെ എടുത്ത് കൊണ്ടുപോയതാണ്. ഇസ്രായേൽ സൈന്യം വന്നുകൊണ്ട് ജൂത വിഭാഗത്തെ തന്നെ തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുപോരുന്ന ഒരു രീതി. IDF പൂർണ്ണമായിട്ട് ഈ മേഖലയിൽ നിന്ന് ആ കാലഘട്ടത്തിൽ പിന്മാറുകയും ചെയ്തു. എന്തിനാ ഇവരെ പറിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ സെറ്റിൽമെൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ വിദ്യാഭ്യാസ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ, പിന്നെ അവിടെ കാർഷിക ഈ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ എല്ലാം അവർ രാജ്യമായിട്ട് അവർ കൊണ്ടുവന്ന് നടന്നതാണ്. വലിയ രീതിയിൽ അവർക്ക് സഹായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ സഹായം നൽകി എന്ന് പറഞ്ഞാൽ നികുതി ഇളവ് നൽകി, സാമ്പത്തിക സഹായങ്ങൾ പ്രഖ്യാപിച്ചു, സൈനികമായിരിക്കുന്ന സംരക്ഷണം നൽകി, കൃഷിയോഗ്യമായിരിക്കുന്ന ഭൂമി സൗജന്യമായിട്ട് കൊടുത്തു, സൗജന്യമായിരിക്കുന്ന വീട് നൽകി. അപ്പോൾ സർക്കാർ നൽകുമ്പോൾ ഈ പ്രഖ്യാപിക്കുകയാണ്. ഈ സംഭവം നടക്കുന്ന 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഈജിപ്തിൽ നിന്ന് ഗാസയും ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്കും പിടിച്ചെടുത്തോടനുബന്ധിച്ച് അവിടെ ആധിപത്യം ഉണ്ടാക്കിക്കൊണ്ട് കൂടുതൽ ആളുകളെ അവിടെ സ്ഥാപിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു ഇസ്രായേലിന്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത്. എന്നാൽ പിന്നീടുണ്ടായിരുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി വലിയ ബാധ്യത ഇസ്രായേൽ ഉണ്ടായിരുന്നുള്ളതാണ്. കടലും ആകാശം തുടങ്ങിയിരിക്കുന്ന മേഖലകളുടെ നിയന്ത്രണം വിട്ടുകൊടുക്കാതെ ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ മേഖലയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കുകയും IDF പിന്മാറുകയും ചെയ്തു. 2006 തെരഞ്ഞെടുപ്പ് വരുന്നു. ഹമാസ് അധികാരത്തിലേറുന്നു. 2007 പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഈ ഗസയുടെ ഭാഗങ്ങളിൽ ഹമാസ് നേടിയെടുക്കുന്നു. 2008 വീണ്ടും ഹമാസും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങുന്നു. യുദ്ധം ആരംഭിക്കുന്നു. സംഘർഷം ഉണ്ടാകുന്നു. മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനത്തെ വല്ലാത്ത സ്ഥിതിയിലേക്ക് എത്തുന്നു. പ്രധാനമന്ത്രി ഏരിയോൺ ഷരോൺ ഈ ലോകത്താകമാനമുള്ള രാജ്യങ്ങളുടെ എതിർപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധമാണ് യഥാർത്ഥത്തിൽ ഗാസയിൽ നിന്നുള്ള പിന്മാറ്റം ഉണ്ടായത്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ സമാനമായിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പോഴത്തെ സമാനമായിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെതിരാണ്. ഇസ്രായേലിനെ പിന്തുണക്കുക അമേരിക്കയ്ക്കും എതിരാണ്. ഇപ്പോൾ തന്നെ ഓരോരോ ഘട്ടമായ രീതിയിൽ അവിടെ സാമ്പത്തിക പിന്മാറ്റം നടത്തുന്നവരും സൈനിക സഹായം നൽകില്ലെന്ന് പറഞ്ഞതും കയറ്റുമതി ഇറക്കുമതിയിലൊക്കെ നിയന്ത്രണവും നയതന്ത്ര ബന്ധത്തിലൊക്കെ വലിയ നിയന്ത്രണവും ഏർപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ മാറി എന്ന് പറയുന്നത് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രശ്നമാണ്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ നിയന്ത്രണത്തിലും സാമ്പത്തിക സഹായത്തിലുമാണ് ഇവർ നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം. ഗാസ ഡിസ്അഗ്രിമെൻറ്റ് പ്ലാൻ എന്നുള്ള ഒരു സംവിധാനമായിരുന്നു അന്ന് 2005 കൊണ്ടുവന്നത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തെന്ന് അറിയോ? ഡിസ്അഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കരാർ വ്യവസ്ഥ കംപ്ലീറ്റ് റദ്ദാക്കി കണ്ട് ഇവരെ പിൻവലിക്കുന്ന ഒരു പ്രവർത്തനമാണ് അന്ന് ഏരിയോൺ ഷരോൺ ചെയ്തത്.
വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരുപാട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചു എന്നവർ പറയും. ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സൈനികർക്കും ഇസ്രായേൽ പൗരന്മാർക്കും ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് അതിൻ്റെ ചുരുക്കം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യമായി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഏറെക്കുറെ ആയിട്ട് വന്നിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പാടെ ഇസ്രായേലിനെതിരാവുന്നു, സാമ്പത്തിക ബാധ്യതയും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു. അവിടെ ജൂതന്മാരുണ്ട്, ഉള്ള ജൂതന്മാർ അവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ. ഇപ്പോൾ ജൂതന്മാരുണ്ടോ എന്ന കാര്യത്തിന് സംശയമാണ്. മാത്രമല്ല അവിടെ മറ്റേതെങ്കിലും അറബ് രാജ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഭരണം നടത്തണം എന്നുള്ള ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാ അറബ് രാജ്യങ്ങളും എതിർക്കുകയും തങ്ങൾ അതിന് തയ്യാറല്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ സർവ്വ മേഖലയിൽ അവർക്ക് പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യതയും വിഷയങ്ങളും പ്രശ്നങ്ങളും ചില്ലറയൊന്നും അല്ല അവർ നേരിടുന്നത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പിന്നീട് ഭരണം നിർത്തിക്കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബാധ്യതകളും പ്രശ്നങ്ങളും അതിനെ അതിജീവിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രയാസം എല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടുന്ന് വിട്ടുപോരുന്നതാണ് ഉചിതം എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സംഭവം 2005 നടന്ന സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം വല്ലാതെ വൈകാതെ ഗാസക്കകത്ത് വീണ്ടും ഉണ്ടാകും എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.